ഒരു പാകിസ്ഥാൻ കറി ഉണ്ടാക്കിയാലോ? മട്ടൻ ഷിൻവാരി കറാഹി അങ്ങനെ എന്തോ ആണ് ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുക. ഈ ഒരു കറി എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമാവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഒരു സാധനം ഇടണ്ട. ഉപ്പും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും മാത്രം മതി. ഇതിട്ടിട്ട് കുക്കറിൽ എന്ത് ചെയ്യുക, നല്ല വിസിലടിച്ച് വേവിച്ചിട്ട് ഒരു കടായി എടുക്കുക, അതിലേക്ക് ഒഴിക്കുക. പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഒരു ഉപ്പോ അല്ല, ഉപ്പ് വേണം, വേറെ ഒരു മസാല ഇടണ്ട കേട്ടോ. നമ്മൾ അധികം അയ്യത് അങ്ങനെ കഴിക്കാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. മട്ടൻ്റെ തിക്ക് ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യും, ഈ വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് വിനീഗർ ഒഴിക്കുന്നുണ്ട്, കുറച്ച് ജിഞ്ചർ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കുക്കറിൽ വെച്ചപ്പോൾ വേവാൻ കുറച്ച് ടൈം എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ഈ വിനീഗർ ഒഴിച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കണേ. എന്നിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. ജസ്റ്റ് പച്ചമുളക്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ കറി ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഈ ഒരു തക്കാളീൻ്റെ തൊലി ഉണ്ടല്ലോ, തൊലി അതിങ്ങനെ പറിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ. ഇത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയാൻ കാരണം ഇതാണ്. ഉള്ളി അരിയണ്ട, മസാല ഇടണ്ട, കുറേ സമയം കുക്ക് ചെയ്യണ്ട, വേറെ ഒന്നും വേണ്ട. പിന്നെ ഇനി ഈ തക്കാളി ഇതിലേക്ക് ഇടുന്നിട്ട് വേവുന്ന ഈ സമയത്ത് കുറച്ച് പച്ചമുളകും ജിഞ്ചറിൻ്റെ പീസും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരില്ല, ഈ സമയമാകുമ്പോൾ പാകമായി. നല്ല ടേസ്റ്റാണ്. മെയിനായിട്ട് ഒരു സാധനം ഇടണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ടേസ്റ്റും ഉണ്ട്. ഇതൊരു പാകിസ്ഥാൻ കറിയാണ്. ഞാൻ എപ്പോഴും ഒരു കടയിൽ നിന്ന് കഴിച്ചാണ്. പിന്നെ സെർച്ച് ചെയ്ത് ഇതിൻ്റെ റെസിപ്പിയൊക്കെ കണ്ടെത്തി ഉണ്ടാക്കി. അപ്പോൾ എനിക്കെല്ലാം ഇഷ്ടമായി. അങ്ങനെ കുറേ മസാല ഇട്ട്, ഇതില്ലാണ്ട് മസാല ഒന്നും ഇല്ലാണ്ട് ഒരു സിമ്പിൾ കറി.